തങ്കളം കോഴപ്പിള്ളി ന്യൂ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നു. അവസാന റീച്ചിലെ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. ആന്റണി ജോൺ MLA നേതൃത്വത്തിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും റോഡ് സന്ദർശിച്ചു. തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസ് രണ്ടാം റീച്ചിലെ ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങി. 2019-20 സംസ്ഥാന ബഡ്ജറ്റിലാണ് തങ്കളം കോഴിപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണത്തിനായി 14.5 കോടി രൂപ അനുവദിച്ചത്. ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി തടസ്സങ്ങളും കോടതി വ്യവഹാരങ്ങളും പരിഹരിച്ചുകൊണ്ടാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നത്. 4.5 കോടി രൂപ ചിലവഴിച്ചാണ് തങ്കളം മുതൽ കലാ ഓഡിറ്റോറിയം വരെയുള്ള ആദ്യ റീച്ചിലെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ബൈപ്പാസ് റോഡിൽ ആവശ്യമായ വെളിച്ച സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി 60 വാട്ടിന്റെ 73 LED ലൈറ്റുകളാണ് സ്ഥാപിക്കുക. MLA ഫണ്ടിൽ നിന്ന് 65 ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചത്. 10 കോടി രൂപ അനുവദിച്ച ശേഷം കലാ ഓഡിറ്റോറിയം മുതൽ കോഴിപ്പള്ളി വരെയുള്ള രണ്ടാം റീച്ചിലെ ടാറിംഗ് പ്രവൃത്തികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആന്റണി ജോൺ MLA നേതൃത്വത്തിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും റോഡ് സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സ്വപ്ന പദ്ധതി തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസ് വർഷങ്ങളായ കാത്തിരിപ്പിന് ഇപ്പോൾ വിരാമമാവുകയാണ്. ഏറെ വർഷങ്ങളായി ഈ നാട് ആവശ്യപ്പെടുന്ന ഒരു വലിയ വികസന പദ്ധതിയാണ് നമ്മുടെ ഈ ബൈപ്പാസ്. യഥാർത്ഥത്തിൽ ബൈപ്പാസിൻ്റെ ഒരു ഗുണമെന്നുള്ളത് ഈ രണ്ടാം റീച്ചിൻ്റെ നിർമ്മാണം കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി കേരളത്തിൽ തന്നെ അപൂർവം പട്ടണങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയുന്ന നഗരത്തിന് ചുറ്റും ഒരു റിംഗ് റോഡ് എന്ന സൗകര്യം ഒട്ടും താമസിക്കാതെ കോതമംഗലത്തും അത് സാധ്യമാവുകയാണ്. ഈ ബൈപ്പാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രതിസന്ധികൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് 10 വർഷക്കാലമായി കോതമംഗലത്തെ ജനങ്ങൾ MLA ആയി പ്രവർത്തിക്കാൻ അവസരം നൽകിയിട്ട് 2016 മുതൽ MLA ആയി വരുന്ന ആദ്യ നാളുകൾ മുതൽ തന്നെ തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുഖ്യ പരിഗണന കൊടുത്തത്. നിരവധി തടസ്സങ്ങളുണ്ടായിരുന്നു. കോടതി വ്യവഹാരങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് നിരവധി സാങ്കേതിക തടസ്സങ്ങളുമെല്ലാം ആ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ തടസ്സം നമുക്ക് സൃഷ്ടിച്ചിരുന്നു. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാമോൻ KK, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജൂലിൻ ജോസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആൻഡ്രൂ ഫെർണാണ്ടസ് ടോം എന്നിവരും പൊതുപ്രവർത്തകരും നാട്ടുകാരും MLA ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.